ആഴ്സണൽ ഇതേ ഇപ്പോൾ ബോട്ടിലെയും എന്ന് വിചാരിച്ചിരുന്നവർക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു വിഷമിപ്പിക്കുന്നതായിരിക്കാം ചിലർക്കൊക്കെ. എന്തായാലും നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് പ്രീമിയർ ലീഗിലെ 3 മാച്ചസിനെ കുറിച്ചുള്ള 3 പോയിന്റുകളാണ്. അപ്പോൾ എന്തായാലും വെൽക്കം ടു 80 പോഡ്കാസ്റ്റ്. നമ്മുടെ കണ്ടൻസും കാര്യങ്ങളും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ക്രിസ്മസിന് മുമ്പായിട്ട് കൂടെ ആഴ്സണൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കളികൾ മാറും എന്ന് പ്രതീക്ഷിച്ച് നിന്നവർക്ക്, അല്ലെങ്കിൽ എപ്പോഴും ആഴ്സണൽ ചെയ്യുന്നത് പോലെ തന്നെ ആഴ്സണൽ കാണിക്കുമെന്ന് പ്രതീക്ഷിച്ച് നിന്നവർക്ക് ഒരു ഗോളിന് ആഴ്സണൽ ആ ടേബിളിൽ 1-ാം സ്ഥാനം ഉറപ്പിച്ച് തന്നെ നിൽക്കുകയാണെന്നുള്ളതാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതൊക്കെ ഒരു പെനാൽറ്റിയിലല്ലേ എന്നുള്ളത്, പക്ഷേ ഇറ്റ്സ് പ്രീമിയർ ലീഗിൽ ടേബിളിൽ 1-ാമത് ആര് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം. ആൻഡ് എവറി 3 points, എവറി വിൻ കൗണ്ട്സ്. ആൻഡ് അതുകൊണ്ട് തന്നെ ആഴ്സണലിൻ്റെ ആ ഒരു വിജയം നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എർലിംഗ് ഹാലൻഡ്. എൻ്റെ പൊന്നടാവേ, സിറ്റി 3 ഗോളിന് ജയിച്ചു, അതിൽ 2 ഗോളുകൾ എർലിംഗ് ഹാലൻഡിൻ്റെ വകയാണ്. ആൻഡ് അതിനകത്ത് എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത്, സിറ്റി എവിടേക്കോ നമുക്കൊരു സമയത്ത് അവർ കഴിഞ്ഞ് ഈ സീസണിൽ ഇനി അവരെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നിടത്തുനിന്ന് they are coming back. They are ടേബിളിൽ 2-ാമത് നിൽക്കുകയാണ്. ആൻഡ് they are very strong. എന്ത് വേണമെങ്കിലും പ്രീമിയർ ലീഗിൽ സംഭവിക്കാം. അത് തന്നെയാണ് പ്രീമിയർ ലീഗിനെ എപ്പോഴും ബ്യൂട്ടിഫുൾ ആക്കുന്നത് എന്നുള്ളതാണ്. ഇനി 3-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ സീസണിൽ 2 ടീം അടിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. 1 ആഴ്സണലും 1 ഈ പറയുന്ന പോലെ തന്നെ ചെൽസിയുമാണ്. പക്ഷേ എന്താണ് ചെൽസിയുടെ പ്രശ്നം? ഈ സീസണിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസിയെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം ബോട്ടിലേഴ്സ് എന്നുള്ളത്. കാര്യം ഒരു ആവശ്യവുമില്ലാത്ത സ്ഥലങ്ങളിൽ, ആവശ്യവുമില്ലാത്ത മത്സരങ്ങളിൽ ചില സമയത്ത് പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇന്നലത്തെ മത്സരത്തിലാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ എനിക്കറിയില്ല എന്തിനാണ് അങ്ങനെ 2 ഗോളുകളൊക്കെ വഴങ്ങി പിന്നീട് തിരിച്ചടിച്ചു, സംഭവം തിരിച്ചു വന്നു, അതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ചെൽസിക്ക് ഈ സീസണിൽ ഒരു മടിയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളാണ് പറയാനായിട്ടുണ്ടായിരുന്നത്. എന്താണ് നിങ്ങളുടെ പ്രീമിയർ ലീഗിൽ ഈ കഴിഞ്ഞ മത്സരങ്ങളെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് താഴെ കമൻറ്റ് കറൂ.